അപ്പോൾ സംസ്കൃതി UGC നെറ്റ് പേപ്പർ 1-ന്റെ PYQ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടെസ്റ്റ് വുഡ് യു യൂസ് ടു ടെസ്റ്റ് വെദർ മീൻ ഈസ് ലോവർ ദാൻ ഹൈപ്പോത്തസൈസ്ഡ് വാല്യൂ? A. One-tailed test. B. Two-tailed test. C. Half-tailed test. D. Three-tailed test. One-tailed test. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, വൺ ടെയിൽ ടെസ്റ്റ് എന്താണ്? നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വൺ ടെയിൽഡ് ടെസ്റ്റ് എപ്പോഴും നടത്തുന്നത്. ഓക്കെ, ഇനി എന്താണ് വൺ ടെയിൽ ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. It is a statistical test in which the criterion area of distribution in which the critical area of distribution is one-sided. Area of distribution എന്താണ്? One-sided ആണ് വരിക. That is either greater than or less than a certain value but not both. And the test is to check for improvement. One directionലുള്ള improvement. Either നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണോ അതോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ വരുന്നത് എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ ടെയിൽഡ് ടെസ്റ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡിൽ ടെസ്റ്റ് സ്കോർസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ യു ഓൺലി കെയർ ഇഫ് ഇറ്റ് മേക്ക് സ്കോർ സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ഇഫ് നോട്ട് മേക്ക് ദം വേഴ്സ്. ഓക്കെ, ബെറ്റർ ആവുകയാണോ വേഴ്സ് ആവുകയാണോ, ഐദർ പോസിറ്റീവായിട്ട് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഇംപ്രൂവ്മെന്റ് മാത്രമേ ഉള്ളൂ എന്തിൽ ചെക്ക് ചെയ്യുക? വൺ ടെയിൽഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള വേരിയബിൾസ് ഒന്നും നമ്മൾ വൺ ടെയിൽ ടെസ്റ്റിൽ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇനി എന്താണ് ടു ടെയിൽഡ് ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൺ ടെയിൽഡ് കഴിഞ്ഞു ഇനി ടു ടെയിൽഡ് ടെസ്റ്റ് എന്തിനുള്ളതാണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഡിറ്റർമിൻ ഇഫ് ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ഈദർ ഡിറക്ഷൻ. ഓക്കെ, ഒരു ഹൈപ്പോത്തസൈസ്ഡ് വാല്യൂ വൺ ടെയിൽഡിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ ടു ടെയിൽഡ് ടെസ്റ്റിൽ എന്താണ്? അത് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ ഏത് ചേഞ്ച് ആണെങ്കിലും അതിന്റെ ആ വേരിയബിൾസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി Z ടെസ്റ്റ് അല്ലെങ്കിൽ Z ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് പർപ്പസ് ഈസ് ടു കമ്പയർ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ മീൻസ് വെൻ ദ സാമ്പിൾ സൈസ് ഈസ് ലാർജ്. Typically when size is greater than 30 and the population variance is known. അതാണ് Z ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സാമ്പിൾ സൈസ് ലാർജർ ആവുമ്പോൾ നമ്മൾ കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് Z ടെസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പയറിംഗ് ദ ആവറേജ് ടെസ്റ്റ് സ്കോർ ഓഫ് എ ക്ലാസ് ടു നോൺ ദ ആവറേജ് സ്കോർ ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ, എപ്പോഴും സൈസ് നമ്മൾ സാമ്പിൾ എടുക്കുന്ന ഡാറ്റയുടെ സൈസ് കൂടുതലാണെങ്കിൽ Z ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് നെക്സ്റ്റ് ടൈപ്പ് ആണ് എന്ത്? T ടെസ്റ്റ്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു കമ്പയർ മീൻസ് വെൻ ദ സാമ്പിൾ സൈസ് ഇസ് സ്മോൾ. സാമ്പിൾ സൈസ് സ്മോൾ ആവുമ്പോൾ Z ടെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് T ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി T ടെസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. വൺ സാമ്പിൾ T ടെസ്റ്റ് compares a sample mean to a known value. Mean എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവറേജ് വാല്യൂ. ഓക്കെ, an independent sample test compares means between two independent groups. Paired sample T test compares means from same group at different times. Okay, ini next type of test ആണ് chi-square test. Its purpose is to test relationships between categorical variables. Okay, അതിന് different types ആണ് test for independence and goodness of fit test. Okay, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്. അതിൽ എന്താണ് പർപ്പസ് വരുന്നത്? അനോവ ടെസ്റ്റിന്റെ പർപ്പസ് എന്താണ്? ടു കമ്പയർ മീൻസ് among 3 or more groups if there is any significant difference. 3 or more groups ഉണ്ടെങ്കിൽ അനോവ ടെസ്റ്റ്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. വൺ വേ അനോവ ടെസ്റ്റ്, ടെസ്റ്റ് ദ ഇഫക്ട്സ് ഓഫ് എ സിംഗിൾ ഫാക്ടർ ഓൺ എ ഡിപെൻഡന്റ് വേരിയബിൾ. ദെൻ ടു വേ അനോവ ടെസ്റ്റ്. ടു വേ അനോവ ടെസ്റ്റ് എന്തിനാണ്? It tests the effect of two factors and interaction on a dependent variable. Okay, the next type of test അല്ലെങ്കിൽ അനാലിസിസ് ആണ് എന്ത്? റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിന്റെ പർപ്പസ് എന്താണ്? ടു അസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ്. ഓക്കെ,
Then multiple regression relation, when it examines the relationship between one dependent variable and multiple independent variable. Okay. ഇനി മാൻ വിറ്റ്നി യു ടെസ്റ്റ്. എന്താണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, its purpose is to, it's a non-parametric test. Man Whitney U test എന്താണ്? Non-parametric ആണ്. To determine or examine if there are any differences between two independent groups. Okay. ഇനി next one ആണ് Wilcoxon signed rank test. അതിന്റെ purpose എന്താണ്? അതും ഒരു non-parametric test ആണ്. ഇതാണ് Man Whitneyയും Wilcoxon signed rankഉം എന്താണ്? Non-parametric ആണ്. And it compared two related samples. Okay. Related ആയിട്ടുള്ള samples എക്സാമിൻ ചെയ്യാനാണ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following correctly represents the meaning of abbreviation HAP used in academic writing? Option A anonymous, option B application, option C after, option D appendix. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി അപ്പൻഡിക്സ് ആണ്. ആപ്പ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ആണെങ്കിലും പക്ഷെ അക്കാഡമിക് റൈറ്റിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ ആപ്പ് ഈസ് യൂസ്ഡ് ഫോർ അപ്പൻഡിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റു കുറച്ച് അബ്രീവിയേഷൻസ് കൂടെ നോക്കാം. അക്കാഡ് സ്റ്റാൻഡ്സ് ഫോർ അക്കാഡമി, അനോൺ സ്റ്റാൻഡ്സ് ഫോർ അനോണിമസ്, ആൻറ്റി ബിഫോർ നമ്മൾ മുന്നേ കണ്ടു, ആർട്ട് അല്ലെങ്കിൽ ആർട്സ് റെഫർ ടു ആർട്ടിക്കിൾ, അസോക് ആൻഡ് refers to association. Okay. Ini next question. In the context of a published research article, DOI stands for option A data object integration, option B digital object identifier, option C data object interface, option D digital object interface. ഏതാണ് correct ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, DOI stands for digital object identifier. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് DOI എന്നുള്ളത് ഒന്ന് നോക്കാം. A DOI is a string of numbers, letters or symbols used to uniquely identify an article or document and to provide it with a permanent web address or URL. Okay, and it helps in identifying and accessing the article reliably even if the URL changes. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു DOI കാണാൻ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും, സിംബൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു യുണീക്ക് ഐഡന്റിഫൈയിങ് ആർട്ടിക്കിൾ ഒരു ഡോക്യുമെന്റ് ആണ്. URLന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡന്റിഫയർ ആണ് എന്ത് DOI എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these can be used for commenting upon the degree of asymmetry in a statistical distribution? Option A central tendency, B dispersion, C kurtosis, D skewness. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, എന്താണ് സ്ക്യൂനെസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്ക്യൂനെസ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബെൽ കർവിലാണ് represent ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് വെദർ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്റ്റോർട്ടഡ് ഓർ അസിമെട്രിക്കൽ. ഇത് കാണിക്കാൻ അസിമെട്രിക്കൽ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഡാറ്റന്റെ ഡിസ്ട്രിബ്യൂഷനെ കാണിക്കാനാണ് സ്ക്യൂനെസ് കർവ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബെൽ കർവ് ഉപയോഗിക്കുന്നത്. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ബെൽ കർവ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഒരു ടെയിൽ എൻഡ്സ് കറക്റ്റ് ആയിട്ട് ബോത്ത് എൻഡ്സിലും ഒരുപോലെ ആയിരിക്കും. ഈ ടെയിൽ എൻഡ് രണ്ട് സൈഡിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അത് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? സ്ക്വയർനെസ് ഈസ് 0. ഓക്കെ, ഇനി പോസിറ്റീവ് സ്ക്യൂ, റൈറ്റ് സ്ക്യൂ എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. ഓക്കെ, ബെൽ കർവ് റൈറ്റ് സൈഡിക്ക് നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് സ്ക്യൂ ആണ്. ആൻഡ് ദിസ് മീൻസ് മോസ്റ്റ് ഓഫ് ദ ഡാറ്റ പോയിന്റ്സ് ആർ ക്ലസ്റ്റേർഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദ ടെയിൽ എക്സ്റ്റെൻഡ്സ് ടു ദ റൈറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് സ്ക്യൂ ഓർ ലെഫ്റ്റ് സ്ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ ബെൽ കർവ് ഈസ് സ്ട്രെച്ച്ഡ് ഔട്ട് മോർ ഓൺ ടു ദ ലെഫ്റ്റ് സൈഡ് or towards lower values, it's negatively skewed. And this means most of the data points are clustered on the right and if the tail extends to the left. Okay. In the next question, the abbreviation wide used in academic writing represents option A against, C option B referred to, option C with, option D namely. Wide ഏതാണ്? അഗെയിൻസ്റ്റ് ആണോ, റെഫർ ടു ആണോ, വിഡ്ത്ത് ആണോ, നെയിംലി ആണോ? ഏതാണ്?
റെഫർ ടു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഓക്കെ, ഇതൊരു ലാറ്റിൻ വേർഡ് ആണ് വൈഡ് എന്നുള്ളത്. ഓക്കെ, റെഫർ ടു എന്നാണ് വൈഡ് എന്നുള്ളത് അക്കാഡമിക് റൈറ്റിൽ നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതിന്റെ ബാക്കിയുള്ള കുറച്ച് എണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അത് ലാറ്റിൻ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഐ ഇ ദാറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എറ്റ് അൽ എന്താണ് ആൻഡ് അതേഴ്സ് എന്നുള്ളതാണ് വരുന്നത്. സി എഫ് മീൻസ് കൺഫർ ഓർ കമ്പയർ. ഓപ്സിറ്റ് ഓപ്പസ് സൈറ്റേറ്റം ഇൻ ദ വർക്ക്സ് സൈറ്റഡ് എന്നുള്ളതാണ് ഓപ്സിറ്റ് എന്നുള്ളത് വരുന്നത്. IBID ഇബിറ്റം എന്നുള്ളത് ഇൻ ദ സെയിം പ്ലേസ്. ലോക്ക് സൈറ്റഡ് ലോക്കോ സിറ്റേറ്റോ ഇൻ ദ പ്ലേസ് സൈറ്റഡ് അല്ലെങ്കിൽ ലൊക്കേഷൻ സൈറ്റഡ് എന്നുള്ളതാണ് വരുന്നത്. NB നോട്ടൽ നോട്ട ബെനെ എന്നുള്ളത്. ഇതെല്ലാം ലാറ്റിൻ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which software is used for statistical analysis of data generated in a research study? SPSS, Authenticate, Minitab, R. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ പറയൂ. എ വരുന്നുണ്ട്, ഇതെൻറ്റിക്കേറ്റ് വരുന്നില്ല. സി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് SPSS? എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, റിവൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. SPSS എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്. ഓക്കെ, ഓൾസോ നോൺ ആസ് IBM SPSS, സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് ഫോർ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇതെൻറ്റിക്കേറ്റ് നമുക്ക് നേരത്തെ അറിയാം, പ്ലാജറിസം ചെക്കർ ആണ്. മിനിടാബും സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് R is പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ടു adeptly handle mass amounts of data. Okay, next question. Which tool can be used for virtual lab and simulations? Okay, option A Plotagon, B Wakelet, C PET interactive simulations, D Flipgrid. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെയും ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻസ് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? അതൊരു ടീച്ചിങ് ടൂളും ആണ്, അറ്റ് എ ടൈം റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂള് കൂടിയാണ്. ഏതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, it can be used for virtual lab and simulations. It provides fun and interactive research-based simulations. Okay, and it also provides visualizations and teaching aids that help easily understand the content knowledge, hence improving students' academic achievement and motivation. And it allows students to experiment with the scientific concepts. Okay, അതെന്താണ്? ഡിജിറ്റൽ ഫോമാറ്റിലുള്ളതാണ്. So it is both a research and educational tool. Hope you're clear. And moving on to the next question. Statement 1. Medical research usually involves pain or distress in animals. Statement 2. Psychological research is usually benign and may involve little, if any, discomfort for the animals. Option A. Both statement 1 and 2 are correct. Option B. Both statement 1 and 2 are incorrect. Option C. Statement 1 is correct. Option D. Statement 2 is correct. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? മെഡിക്കൽ റിസർച്ച് യൂഷ്വലി ഇൻവോൾവ്സ് പെയിൻ ഓർ ഡിസ്ട്രസ് ഇൻ ആനിമൽസ്. കറക്റ്റ് ആണോ? അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബിക്കോസ് കാരണം മെഡിക്കൽ റിസർച്ചിന് നമ്മൾ യൂഷ്വലി കൂടുതലായിട്ടും ആനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ് റിസർച്ച് എല്ലാം നടത്തുന്നത്. പുതിയ മരുന്നുകളുടെ പരീക്ഷണവും വാക്സിനേഷൻസിന്റെ ഒക്കെ പരീക്ഷണങ്ങളൊക്കെ എന്തിലാണ് നടത്തുന്നത്? ആനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് അവർക്കൊരു ഡിസ്ട്രസ് തന്നെയല്ലേ, പെയിനും ഡിസ്ട്രസും ഉണ്ടാക്കുന്നില്ലേ മെഡിക്കൽ റിസർച്ചില്? സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റ് 2 പോവാം. സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് യൂഷ്വലി ബിനൈൻ ആൻഡ് മേ ഇൻവോൾവ് ലിറ്റിൽ ഇഫ് എനി ഡിസ്കംഫോർട്ട് ഫോർ ദ ആനിമൽസ്. സൈക്കോളജിക്കൽ റിസർച്ചിലെ എന്ത് അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ പെട്ടെന്ന്. ബിനൈൻ എന്നുള്ള വേർഡിന്റെ മീനിങ് അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഹാംഫുൾ അല്ലാത്തതിനെയാണ് നമ്മൾ ബിനൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ റിസർച്ചിൽ ആനിമൽസിനെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആനിമൽസിന് അത്ര ഡിസ്കംഫേർട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല. സൈക്കോളജിക്കൽ റിസർച്ചിലും ആനിമൽസിന് യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ മെഡിക്കൽ റിസർച്ചിന്റെ അത്ര തന്നെ യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല എന്താണ് മെഡിസിൻസ് ഒന്നും അഡ്മിനിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത്ര ഒരു ഡിസ്ട്രസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്.